സീനൊക്കെ ഇഷ്ടപ്പെടും. നല്ല കോമഡി പടമാണ്. നല്ല ഷോർട്ടാണെങ്കിലും ഭയങ്കര എൻഗേജിങ് ആണ്. അപ്പം ലാഗ് അടിക്കുന്ന പോലെ ഒന്നും തോന്നത്തില്ല. എല്ലാവരും അടിപൊളിയായിരുന്നു. ദിവ്യൻ ചേട്ടനായാലും ധ്യാൻ ചേട്ടനായാലും ജീവചേട്ടനായാലും പിഷാരി ചേട്ടൻ ഇവരെല്ലാവരുടെയും എന്താ ഇൻ്റർവ്യൂ കണ്ട ആ ഒരു ഡൈനാമിക്സും കോമഡിയും പരിപാടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ശ്രീനിവാസൻ സാറിനെ കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു നൊസ്റ്റാൾജിയും ഒരു കുളിർമയൊക്കെ വരും, ഗൂസ് ബംസ് ഒക്കെ വരും. ഇല്ല ഫാമിലി ആയിട്ടും വരാം. ഫാമിലി കോമഡി പടം. മ്യൂസിക് നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഏതെങ്കിലും പാട്ട് അതിനകത്ത് ട്രെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഗുമ്മ് കിട്ടുന്നുണ്ട് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ടേ കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്യൂൺ ഇങ്ങനെ പാടുന്നുണ്ട്. അല്ല കേട്ടോ എന്ന് വെച്ചാൽ ഒരു വൺ ടൈം വാച്ച് മൂവി അത്രേ ഉള്ളൂ. ഫാമിലി മൂവി എന്നല്ല, ഒരു വിഷാരടി കൊള്ളാം. ബാക്കി എനിക്ക് വലിയ ഇല്ല, ആവറേജ് ഉള്ളൂ കേട്ടോ. പടം ആവറേജ്. പടം നൈസ് പടമാണ്, അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഇതിൽ ലെങ്ത്ത് പെട്ടെന്ന് തീർന്നു പോയി. ലെങ്ത്ത് കുറവായിരുന്നു പടത്തിൽ. കോമഡിയൊക്കെ നൈസായിരുന്നു, വേറെ മൂടായിരുന്നു. കോമഡിയുടെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്ത്, ആരല്ല എല്ലാവരും അതിൽ അടിപൊളിയായിട്ട് ചെയ്ത്. ഈ ലെങ്ത്തിലാണ് ഇരിക്കണത്, പെട്ടെന്ന് തീർന്നു പോയ പോലെ. നല്ല സിനിമയായിരുന്നു. കോമഡിയൊക്കെ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് സിനിമയിൽ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നല്ലായിരുന്നു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മായ. ഇവളാണൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്തിട്ടുള്ള സിനിമയിൽ. അപ്പോൾ ഞാൻ ഇവൾക്ക് വേണ്ടി കൈയടിക്കാൻ വന്നതാണ്. ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയായിരുന്നു. ബോയ്സിനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. ഒരു ഫൺ മൂവിയാണ്. നല്ല നല്ല സ്റ്റാർ കാസ്റ്റ്, ലൈക്ക് എന്താ പറയുക, പിഷാരി ചേട്ടൻ, അജു ചേട്ടൻ, അവരുടെ ഒരു കോമ്പിനേഷൻ. കുറേ നമുക്ക് ചിരിക്കാനുള്ള കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. ജീവയാണെങ്കിലും ദിവ്യദർശനാണെങ്കിലും. ധ്യാൻ ഓഫ് കോഴ്സ് ധ്യാനിനെ കുറച്ചൊരു പാവമായിട്ടാണുള്ളത് ഇതിൽ ഈ സിനിമയിൽ. പക്ഷേ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൺ ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും കാണൂ. താങ്ക് യു സോ മച്ച്. സൂസൻ എങ്ങനെ അത് ആക്ച്വലി ഞാൻ ഫുൾ സ്റ്റോറി കേട്ടിട്ടാണ് ധ്യാൻ എന്നെ ഇതിലേക്ക് വിളിക്കണത്. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നല്ല എനിക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് ഓൾറെഡി സംഭവിച്ചൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏതോ സ്റ്റോറിയാണുള്ളത്. അപ്പോൾ ഒരു റിയൽ സ്റ്റോറിയുടെ ഒരു എസെൻസ് ഇതിലുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എൻ്റർടൈൻമെൻ്റ് ഉള്ള ഫാമിലിക്കായാലും ന്യൂ ജനറേഷൻ യുവാക്കൾക്കായാലും എല്ലാം കാണാൻ പറ്റിയ ഒരു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമഡി എൻ്റർടൈനർ തന്നെയാണ്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എല്ലാവരും അഭിനയം മികവ് തെളിയിച്ച ആൾക്കാരിൽ പ്രത്യേകിച്ച് ദിവ്യദർശനാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുകേഷിൻ്റെ അനന്തരവനായിട്ട് വന്ന് പുള്ളിക്കാരൻ്റെ ഒരു കഴിവ് ഇതിനകത്ത് കൂടുതൽ തെളിയിച്ചിടും. ഒരു സെക്കൻഡ് ജനറേഷന് നെക്സ്റ്റ് ജനറേഷൻ ഒരു മുകേഷ് അനന്തരവൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷം തന്നെയാണ്. ഞാനാണെങ്കിൽ അതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. എല്ലാവരും പിഷാരടിയാണെങ്കിൽ പറയേ വേണ്ട. പിന്നെ അജു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡിയാണ്. എല്ലാ പിഷാരടി ചേട്ടൻ്റെ ആയാലും ദിവ്യൻ ചേട്ടൻ്റെ ആയാലും ഇൻ്റർവ്യൂവിൽ കണ്ട പോലത്തെ ഡൈനാമിക്സും കോമഡിയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ദിവ്യൻ ചേട്ടൻ്റെ ആണെങ്കിൽ നമ്മുടെ മുകേഷ് അങ്കിളുടെ സെയിം ഒരു ടച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട്. കാണാം. ശ്രീനിവാസൻ സാറിനും അടിപൊളി. നമ്മൾ വരുമ്പോൾ നമുക്ക് അവർ പെട്ടെന്നൊരു കുളിർമ വരും, ഓ സാറ് വന്നു എന്നുള്ളത്. അപ്പം കാണാം, നല്ല എൻ്റർടൈനിങ് ആണ്. ഇരിക്കാനുണ്ട്. വേറെ പടത്തിന് കുഴപ്പമൊന്നുമില്ല. നല്ല സീനുണ്ട്, കുഴപ്പമൊന്നുമില്ല. കോമഡിയാണ് കൂടുതൽ ചിരിക്കാനുണ്ട്. എല്ലാവരും കൈകോട്ടായിരുന്നു ബാക്കിലെല്ലാം. ഞാനും കൈകോട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സിനിമ അവസാനം ഉണ്ടായി മനോജ് വെച്ച് എന്താന്ന് നോക്കി. പടം കുഴപ്പമില്ല. പിഷാടി പറയണ്ട, അറിയാലോ. അങ്ങനത്രേ ഉള്ളൂ. 1.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1.25 മണിക്കൂർ ബോറാക്കി കളഞ്ഞു. അത്രേ പറയാനുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ധ്യാൻ്റെ ഒന്നാമത് സ്ക്രിപ്റ്റ് സെലക്ഷൻ കറക്റ്റ് അല്ല. അതുകൂടെ ധ്യാൻ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു സിനിമ എന്ന് പറയാം. പക്ഷെ അതുപോലും ഇത്രയോളം വെറുപ്പിച്ചു. അത്രേ പറയാനുള്ളൂ. മൂവി ധ്യാനിൻ്റെ ആ ഒരു എന്താ പറയുക സ്ക്രിപ്റ്റും അത് ഡയറക്ഷനും ഒക്കെ നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടിരിക്കും. അത്രയേ ഉള്ളൂ. അതിന് വലിയൊരു അതായത് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ ബിഗ് മൂവി അങ്ങനെയൊന്നുമല്ല. ഒരു കുറച്ച് നേരം ഒന്ന് തമാശയായിട്ട് സന്തോഷമായിട്ട് വന്നിരുന്ന് കണ്ടുപോകാമെന്നൊരു സിനിമ. ഓ നല്ലതായിരുന്നു. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അച്ഛനും മോനും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നത്. അത് നല്ലതായിരുന്നു. നമുക്കൊരു സന്തോഷം തോന്നും. കാര്യം അദ്ദേഹത്തിനെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ.
അത് നല്ലതായിരുന്നു. കുറച്ച് നേരമേ ഉള്ളൂ കേട്ടോ, അത് ഒരു ഭയങ്കര അതായത് ഇവരുടെ ഈ 3 ജീവ, പിന്നെ അജു, സൈജു, പിന്നെ ധ്യാനൊക്കെയുള്ള ചെറിയ, പിന്നെ സ്ത്രീകൾ വളരെ അതിനകത്ത് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സോ കുറച്ചിങ്ങനെ ജസ്റ്റ് വന്നു പോകുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ ഫൺ മൂവി.